റോക്ക്വാൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടംപൊയിൽ, നായാടംപൊയിൽ. ഞങ്ങൾക്കൊരു മെസ്സേജ് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരാൾക്ക് ആക്രമണം പറ്റി. അങ്ങനെ ഉടനെ തന്നെ നമ്മൾ RRT സംഘത്തിന് ആ ഏരിയ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫസ്റ്റ് ഇത് മെസ്സേജ് അനുസരിച്ച് 2 വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് ഫസ്റ്റ് മെസ്സേജ് പറയുന്നത്. അപ്പോൾ സ്പോട്ടിലുള്ള ആളുകളെ വിളിച്ച് കൊണ്ടുവന്ന ആളുകളുടെ അടുത്ത് ഞാൻ വന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ പ്രത്യേക ഒരു സ്ഥലത്ത് നിന്ന് എടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മരണപ്പെട്ട ആൾ തന്നെയാണ് അവർ ഫോൺ വിളിച്ചതെന്നും ആ ഫോൺ വിളിച്ച അടിസ്ഥാനത്തിലാണ് അവിടെ ചെന്നതെന്നും പറയുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ വേറെ 2 പേര് കൂടി ഉണ്ടായിരുന്നതായി പറയുന്നുണ്ട്. അവരെ പറ്റി ഞങ്ങൾ ചോദിച്ചാൽ അവരെ പറ്റി വലിയ ധാരണകളില്ല. അപ്പോൾ അവരും കൂടി നമുക്ക് കറക്റ്റായിട്ട് കണ്ടാൽ ചോദിച്ചാൽ മാത്രമാണ് ഏത് സ്പോട്ടിലാണ് കറക്റ്റായിട്ട് ഇത് ചെയ്തുള്ളൂ. എന്തായാലും ആനയുടെ ആക്രമണം നടന്ന ഒരു ഏരിയ ആണെങ്കിൽ നമ്മൾ പോയി ഇത് കഴിഞ്ഞാൽ എസ്റ്റേറ്റ് അതിൻ്റെ പാടുകളോ ഇതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. മനസ്സിലായിട്ടില്ല സ്പോട്ടാ ഇവർ ഇപ്പോൾ ജീപ്പിൽ വന്ന ആളുകൾ അയാൾ എടുത്തൊരു സ്പോട്ടാണ് പറയുന്നുള്ളൂ. മറ്റേ കൂടെ 2 പേരുണ്ടായിരുന്നു. അവരിപ്പോൾ മിസ്സിംഗ് ആണ്. റബ്ബർ പാട്ട് തൊഴിലാളിയായിരിക്കും, പക്ഷേ ആ ഏരിയയിൽ അദ്ദേഹം റബ്ബർ ടാപ്പ് ചെയ്യുന്ന തൊഴിലാളിയല്ല. ഇപ്പോൾ ഇവർ പറയുന്ന ഏരിയയിൽ അദ്ദേഹം റബ്ബർ ടാപ്പ് ചെയ്യുന്നില്ല. ആ ഏരിയയിൽ ചേർന്നവരെല്ലാം ആനകളൊക്കെ ഉള്ള പ്രദേശം തന്നെയാണത്. അതായത് 3 പേരുണ്ടായിരുന്നു, അല്ലെ 2 പേര് എവിടെയാണെന്നുള്ളതാണ് കൃത്യമായി അറിയേണ്ടത്. എവിടെ വെച്ചാണ് അവരാണല്ലോ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്കല്ലേ കൃത്യമായിട്ട് സ്പോട്ട് നടന്നത് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായത് അവരെ കൂടി കണ്ട് ചോദിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് സാധിക്കും. ഇന്ന് ടാപ്പിങ്ങിന് പോയതാണോ അദ്ദേഹം? ഇവർ ടാപ്പിങ്ങിന് പോയെന്നല്ല ഇപ്പോൾ പറയുന്നത് ഏതോ മൃതമരങ്ങൾ നോക്കാൻ വേണ്ടി അതിനെ വിലക്കെടുക്കാൻ വേണ്ടി മരങ്ങൾ നോക്കാൻ പോയെന്നാണ് ഇവിടെയുള്ള ബാക്കിയുള്ള കൂട്ടുകാർ പറഞ്ഞത്. ഞങ്ങൾക്കൊരു 8:30 കഴിഞ്ഞതിന് ശേഷമാണ് മെസ്സേജ് വന്നത്. സംഭവം ഉണ്ടായിരിക്കുന്നത് എപ്പോഴാണ് സാർ മനസ്സിലായത്? ഇവർ പറയുന്നത് അദ്ദേഹത്തിന് വിളിച്ചത് 8:30 ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറയുന്നത്. ഈ മെസ്സേജ് വന്നിരിക്കുന്നത് അല്ലല്ല, ഞങ്ങൾക്ക് ജനറലായിട്ട് ഒരു ഇത് വരുമ്പോൾ ഞങ്ങളുടെ ഡിവിഷണൽ എമർജൻസി കൺട്രോൾ യൂണിറ്റിലേക്ക് വരുന്ന മെസ്സേജ് എനിക്ക് ഫോർവേഡ് ചെയ്തു. അത് മോസ്റ്റ് പ്രോബബ്ലി കാട്ടാനയുടെ ആക്രമണം തന്നെയാണ് സാധ്യത. ഇവിടെ വന്നിട്ട് മരിച്ചു. അവർ സംസാരിച്ച ഒരു അരമണിക്കൂർ റീജുവിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. നെഞ്ചിന്റെ ഭാഗത്തൊക്കെ പരിക്കുകൾ ഉണ്ടായിരുന്നുള്ളതാണ് പറഞ്ഞത്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.